വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ഈസി ആയിട്ടുള്ളതുമായ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. നമ്മൾ സാധാരണ വീട്ടിൽ അരി ഉണ്ടയൊക്കെ ഉണ്ടാക്കാറില്ലേ, അതുപോലെ തന്നെയുള്ള ഒരു ഉണ്ടേൻ്റെ റെസിപ്പിയാണിത്. പക്ഷേങ്കിൽ അരി വെച്ചിട്ടല്ല ഇത് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല കൊതിയോടെ ഇത് കഴിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് മുതിർന്ന ആൾക്കാർക്കായി കഴിഞ്ഞ് കഴിഞ്ഞാലും നല്ല ഇഷ്ടമാകും ഇത്. അപ്പോൾ നമുക്കിത് എത്ര തിന്നാലും മതിയാവില്ല, അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. വീട്ടിലുള്ള 2-3 ചേരുവകൾ മാത്രം മതിയാകും. അപ്പോൾ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്ക് 1 കപ്പ് അവിൽ ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ അളവ് വേണ്ടതെന്ന് വെച്ചാൽ അതിനണക്കായിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ 1 കപ്പും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഞാനിവിടെ 2 കപ്പ് അവിലാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ മട്ട അരിൻ്റെ അവിലെടുക്കുമ്പോഴാണ് നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഇത് കരിഞ്ഞു പോകാണ്ട് ഒന്ന് നോക്കുക. അപ്പോൾ ഏകദേശം ഒരു 5-8 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മളൊന്ന് പൊടിച്ച് നോക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോകണം, അങ്ങനെയായിരിക്കും ഇതിൻ്റെ പാകം. അപ്പോൾ അതിന് മുന്നേ ഞാനിതിലേക്ക് 1 കപ്പ് തേങ്ങയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അവിലും തേങ്ങയും നന്നായിട്ട് തന്നെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് അവിലും ഒന്ന് പൊടിച്ച് നോക്കാം. അപ്പോൾ അത് ക്രിസ്പി ആയിട്ട് നന്നായിട്ട് പൊടിഞ്ഞ് വരും. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുന്ന ആ ഒരു സമയം നമുക്കിതിലേക്കുള്ള വെള്ളം ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ശർക്കര നമ്മൾ എടുക്കുന്ന സമയത്ത് കുറച്ച് നല്ല കളറുള്ള ശർക്കര ആകുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്കും നല്ല കളർ തന്നെ കിട്ടും. അപ്പോൾ ഇത് ഉരുക്കിയിട്ട് നമ്മൾ സ്നാക്കിലേക്ക് ഒഴിക്കുക നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കല്ലും മണ്ണൊക്കെ ഉണ്ടാകും, അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് അരിച്ചിട്ട് അതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ ഞാൻ 2-3 കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട്. അതൊന്ന് ഉരുകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു നമ്മൾ അവിൽ നോക്കാം ഒന്ന്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ തണിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തണിഞ്ഞിട്ട് നമുക്കിത് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് ചൂടിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് മിനുസാവണ്ട, കുറച്ചൊന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മളിതൊന്ന് കൈ കൊണ്ടൊന്ന് തൊട്ട് നോക്കുമ്പോൾ കുറച്ച് തരിതരിപ്പ് പോലെയാണ് തോന്നുക. അപ്പോൾ ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മളെ ശർക്കര പാനി നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ശർക്കര പാനി നമ്മൾ ആ നേരത്തെ അവിൽ ഒന്ന് ചൂടാക്കിയല്ല ആ ഒരു പാനിലേക്ക് തന്നെ ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം നമ്മളൊരു മീഡിയത്തിൽ വെക്കുന്നത്. കണ്ടില്ലെങ്കിൽ അടിയിൽ ഒരുപാട് മണ്ണും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒഴിവായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ തയ്യാറാക്കുന്നതാണിത് നമ്മൾ. അപ്പോൾ ഇത് ഏകദേശം ഒരു 5-10 മിനിറ്റ് കൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇടുമ്പോൾ നന്നായിട്ട് തന്നെ ഒരു എന്താ പറയണ്ടേ കുറച്ച് ഒന്ന് കുറുകി കിട്ടും. ആ ഒരു സമയത്താണ് നമ്മളിതിലേക്ക് ആ ഒരു നമ്മൾ പൊടിച്ച് വെച്ച അവിൽ ചേർക്കുന്നത്. ചേർത്തതിന് ശേഷം നമ്മൾ കുറച്ച് തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് നമ്മളിതൊന്ന് വരട്ടിയെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പശുനെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1-2 ടീസ്പൂണോ ടേബിൾ സ്പൂണോ എത്രത്തോളം നിങ്ങൾക്ക് പശുനെയ്യ് ഇഷ്ടമാണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് നുറുക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ശർക്കര പാനിയിൽ നമ്മൾ അവിൽ നന്നായിട്ട് തന്നെ കോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് അവിൽ ചേർക്കുന്നത് മാത്രമേ ഉള്ളൂ. അരിയുണ്ടാന്ന് പറയുമ്പോൾ നമ്മളിത് അരി വറുത്ത് പൊടിച്ചിട്ട് ചേർക്കുന്ന ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ സാധാരണ നമ്മൾ അരിയുണ്ടയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മട്ട അരിൻ്റെ അല്ല എടുക്കുന്നത്. മട്ട അരിൻ്റെ അവിൽ തന്നെയാണ് ഞാൻ അതുകൊണ്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ കുറച്ചൊന്ന് ചൂട് തണിഞ്ഞിട്ട് ശേഷം മാത്രം ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ കൈ നന്നായിട്ട് പൊള്ളും, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കുറച്ചൊന്ന് പരത്തി കൊടുക്കാം, ഒന്ന് തണിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് കയ്യിൽ കുറച്ച് പശു നെയ്യോ എണ്ണയോ എന്തെങ്കിലും പുരട്ടി കൊടുക്കാം. അപ്പോൾ കുറച്ച് ചൂടൊന്നും തണിഞ്ഞ് കിട്ടുകയും ചെയ്യും, കൈ അങ്ങനെ പൊള്ളുകയില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഉരുട്ടിയെടുക്കാനും നല്ല ഒരു ഇതായിട്ട് കിട്ടും. അതുകൊണ്ടാണ് പശു നെയ്യ് കയ്യിലാക്കുന്നത്. ഇനി നമുക്കിത് ഓരോന്ന് ഇതുപോലെ ബോളുകളാക്കി മാറ്റാം. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്കാണിത്. നല്ല കളറും ഉണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് എല്ലാം കൂടി നമുക്ക് ഓരോരോ ബോളുകളാക്കിയിട്ട് ഇങ്ങനെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഒരു 3-4 ദിവസമൊക്കെ പുറത്ത് വെച്ചിട്ട് കഴിക്കാം. അപ്പോൾ 3-4 ദിവസമൊന്നും നിൽക്കൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇത് തീരും. കുട്ടികൾ വന്ന് ഇടയ്ക്കിടെ എടുത്ത് കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അത്രയും ടേസ്റ്റിയാണ് അത്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ആഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. സാധാരണ നമ്മൾ അരിയുണ്ടെന്ന് പറയുമ്പോൾ കുറച്ച് ദിവസം കഴിയും തോറും കുറച്ച് ഹാർഡായിട്ട് വരിക ചെയ്യുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല. നമ്മൾ ശർക്കര പാനിയിലാണ് നമ്മൾ അവിൽ പൊടിച്ചതിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ആക്കിയത്. അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും എത്ര ദിവസം കഴിഞ്ഞാലും. അപ്പോൾ നമ്മളെല്ലാം ഇവിടെ ഉണ്ടകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ണൂർ ഭാഗത്തോട്ടൊക്കെ എന്ന് പറയുന്നത് അരി ഉണ്ട ഉണ്ടാക്കുന്നത് ഇതുപോലെയല്ല.
അരി വറുത്ത് പൊടിച്ചിട്ട് വെല്ലവും തേങ്ങയൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് അരിപ്പൊടിയിൽ ഇട്ടിട്ട് ഇതാക്കി എടുക്കുക ചെയ്യുന്നത്, ഉണ്ടയാക്കി മാറ്റുക ചെയ്യുന്നത്. നമ്മൾ ശർക്കര പാനി ഒഴിക്കുന്നില്ല. ശർക്കര പാനി ഒഴിക്കുമ്പോഴാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ടയായിട്ട് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന ഉണ്ടയെല്ലാം നമ്മൾ ഒരാഴ്ചയോളം അങ്ങനെ പുറത്തുതന്നെ സൂക്ഷിച്ച് വെക്കാറുണ്ട്. അപ്പോൾ സാധാരണ പണ്ട് കണ്ണൂർ ഭാഗത്തോട്ടൊക്കെ കല്യാണം കഴിഞ്ഞ വീടുകളിലൊക്കെ കെട്ടുകൊണ്ടുപോകുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ആട്ടമീനൊക്കെയാണ് നമ്മൾ പൊടിച്ചിട്ട് അങ്ങനെ ഉണ്ടയൊക്കെ ആക്കാറ്. അതൊക്കെ നല്ല ടേസ്റ്റാണ്. വലിയ ബോളുകളാക്കിയിട്ടാണ് ഉണ്ടയൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ കുറച്ച് ദിവസം കഴിയുന്തോറും നല്ല ഹാർഡായിട്ട് പോവുകയും ചെയ്യും. അത് തിന്നാൻ ടേസ്റ്റാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ പല ആളുകൾക്കും ഇതുപോലെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ടകളോടാണ് താല്പര്യം. എന്നാൽ പണ്ടത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ കുറച്ച് ഹാർഡാവുകയും ചെയ്യും, പക്ഷേ അത് ദിവസം കഴിയുന്തോറും ടേസ്റ്റ് കൂടുകയും ചെയ്യും. അപ്പോൾ ഇന്ന് അതുപോലുള്ള അരിയുണ്ടയൊക്കെ നമ്മൾ മിക്സിയിലാണ് തയ്യാറാക്കുന്നത്. നമ്മൾ ശർക്കരയും അതുപോലെ തേങ്ങയും ഒന്ന് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അരി ഇതുപോലെ വറുത്ത് പൊടിച്ചിട്ട് അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുക ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ടേസ്റ്റാണ്. അപ്പോൾ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റിയായ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. താങ്ക്